സുഹൃത്തുക്കളെ, എസ്ആർ ഗ്രൂപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ നമുക്ക് ലിയോണിക്സിൻ്റെ ബാറ്ററി പാക്ക് നമ്മൾ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ ഓണാക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ വോൾട്ടേജ് ഔട്ട്പുട്ട് കിട്ടുന്നത് എങ്ങനെയാണ്, അപ്പോൾ അതിൻ്റെ വോൾട്ടേജ് കാര്യങ്ങൾ എല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പം ഇത് ഓണാക്കി അൺബോക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ട്, സൈഡിലായിട്ടൊരു ബട്ടണുണ്ട്. ഈ ബട്ടണിൽ ഒരു പ്രസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓണാകും. അപ്പം നമുക്കൊരു പ്രസ് കൊടുത്ത് നോക്കാം. ഒരു പ്രസ് കൊടുത്തു കഴിയുമ്പോൾ ബീപ്പ് എന്നുള്ള ഒരു സൗണ്ടോടുകൂടി ഓണാകും. ഓണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് പാനലിൽ നമുക്ക് ഇവിടെ ഓണിൻ്റെ ലൈറ്റ് തെളിയും, റണ്ണിൻ്റെ ലൈറ്റ് തെളിയും. അതുപോലെ തന്നെ SOC ഇൻഡിക്കേഷൻ LED നമുക്ക് ഇവിടെ തെളിയുന്നതാണ്. നമുക്ക് ശരാശരി ഒരു 70% ചാർജ് ഇപ്പോൾ ഇതിന് ഉള്ളതായിട്ടാണ് ഷോ ചെയ്യുന്നത്, LED ഇൻഡിക്കേഷൻ അനുസരിച്ചിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഓൺ സ്വിച്ച് ഉണ്ട്. ഈ ഓൺ സ്വിച്ച് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്തിട്ടില്ല. ഈ ഓൺ സ്വിച്ച് എനിക്ക് തോന്നുന്നത് ഇത് നമുക്ക് ഇതിലേക്ക് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് ഒരു ബ്രേക്കർ 125 ആംസിൻ്റെ ഒരു ബ്രേക്കർ കൊടുത്തേക്കുന്നതാണ്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നതാണ് 125 ആംസിൻ്റെ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, മൾട്ടിമീറ്റർ വെച്ചതിന് ശേഷം മൾട്ടിമീറ്റർ വെച്ചിട്ട് നമുക്ക് വോൾട്ടേജ് ഔട്ട്പുട്ട് ഇപ്പം വരുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇല്ല, അതായത് ബ്രേക്കർ ഓണാക്കാതെ വോൾട്ടേജ്, അതായത് ബാറ്ററിയുടെ ഔട്ട്പുട്ടിലേക്ക് വോൾട്ടേജ് വരികയില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ബ്രേക്കർ അഡീഷണൽ ആയിട്ട് അവർ കൊടുത്തേക്കുന്നതാണ്. ഇപ്പം നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ 0.2 വോൾട്ടേ വരുന്നുള്ളൂ. അപ്പോൾ 200 വോൾട്ടിലിട്ട് DC 200 വോൾട്ടിലിട്ടിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. 0.2 വോൾട്ടേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്ന് ഓണാക്കിയതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പം ബ്രേക്കർ ഓണാക്കിയിട്ടുണ്ട്. ബ്രേക്കർ ഓണാക്കിയതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 52.1 വോൾട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ബാറ്ററി ഓണാക്കാൻ ഫ്രണ്ട് പാനലിലുള്ള ബട്ടൺ സ്വിച്ചും ക്ലിക്ക് ബട്ടൺ സ്വിച്ചും, അതായത് ഔട്ട്പുട്ട് കറണ്ട് നമുക്ക്, അതായത് വോൾട്ടേജ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂസും, അതായത് ബ്രേക്കറും, അതായത് 125 ആംപിയറിൻ്റെ ബ്രേക്കർ ഓണാക്കിയതിന് ശേഷമേ വരുള്ളൂ. അപ്പം ഇതാണ് ഇതിനകത്ത് ഇപ്പം നമുക്ക് പറയാനുള്ള. ഇനി ബാക്കി പിന്നീടുള്ള കാര്യങ്ങൾ നമ്മുടെ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.